ശ്രീ പ്രശാന്ത്, ബംഗ്ലാദേശിലേക്ക് നമുക്ക് ചില കാര്യങ്ങൾ അന്വേഷണം നടത്തിപ്പോയാൽ അവിടുത്തെ സെൻറ്റ് മാർട്ടിൻ ദ്വീപ് അതിപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് പോകുന്ന, ഏതാണ്ട് പോയി എന്ന് പറയാം, ആ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇത് ബംഗ്ലാദേശ് അവർ കുഴിച്ച കുഴിയിൽ തന്നെ അവർ വീഴുന്നു എന്നുള്ളതാണ്, അവർ വരുത്തി വെച്ച നാശമാണ് അത്. ഇനിയിപ്പോൾ ഒരുപക്ഷെ ആ രാജ്യത്തിന് തന്നെ മൊത്തത്തിൽ നാശത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയല്ലേ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇല്ല, രാജ്യം ഇനിയും നാശത്തിലേക്ക് പോകാനൊന്നുമില്ല. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഏകദേശം നശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇന്നലെ അൽഖ്വയ്ദയുടെ IS-ൻ്റെയും കൂടെ പ്രകടനമായിരുന്നു രാജ്യത്തുടനീളം. അതൊക്കെ ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഈ ഫോട്ടോസൊക്കെ. കാരണം കുതിരപ്പുറത്ത്, പഴയ 6-ാം നൂറ്റാണ്ടിലെ കുതിരപ്പുറത്ത് ആയുധങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് നഗരങ്ങൾ മൊത്തം കിടക്കുക. അപ്പം അവിടുത്തെ ആ തീവ്ര നിലപാടുള്ളവരുടെ എല്ലാവരും കയറിക്കഴിഞ്ഞു, എല്ലാവരും പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഇനിയും ഒരു രാജ്യം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സമാധാനത്തിൽ ഒരാൾക്കും ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയൊന്നുമില്ല. രാജ്യം നശിച്ചു. അപ്പോൾ ഈ സെയിൻറ്റ് മാർട്ടിൻ ദ്വീപിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കത് ശ്രദ്ധിച്ചേ മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. കാരണം അമേരിക്ക നേരത്തെ ഈ ഒരു ദ്വീപുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹസീനയുമായിട്ട് സംസാരിക്കുന്നതും ഞങ്ങൾക്കൊരു ബേസ് അവിടെ അല്ലെങ്കിൽ തരണമെന്ന് പറയുകയും യാതൊരു കാരണവശാലും അത്തരത്തിൽ ആരുടെയും ബേസുകളൊന്നും ഇവിടെ അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയൊക്കെ ചെയ്തുകൊണ്ടാണെന്നാണ് ഈ അവരോട് വൈരാഗ്യം വരികയും, അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നിന്നുകൊണ്ട് ഒരുപക്ഷെ അമേരിക്കയുടെ സഹായത്തോടു കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ അമേരിക്ക സഹായിച്ചിട്ട് ഡീപ് സ്റ്റേറ്റിൻ്റെ സഹായത്തോടു കൂടി ഈ രാജ്യത്തെ അട്ടിമറിച്ചതെന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഒന്നിനകത്തും വ്യക്തതയും അല്ലെങ്കിൽ ആരും ഏറ്റെടുത്തിട്ടുമില്ല. അതിനകത്ത് പാകിസ്ഥാൻ്റെ കൈയുണ്ട്. പാകിസ്ഥാൻ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ചൈന അതിനകത്ത് പ്രവർത്തിച്ചേ മതിയാവത്തുള്ളൂ. കാരണം ചൈനയുടെ സപ്പോർട്ടില്ലാതെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാക്കി മറ്റ് രാജ്യങ്ങളെല്ലാം എതിരായിട്ട് നിൽക്കുമ്പോഴും ചൈനയുടെ സപ്പോർട്ടാണല്ലോ പാകിസ്ഥാനുള്ളത്. ചൈനയ്ക്കും താല്പര്യമുണ്ട്. അപ്പം ഈ ദ്വീപിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബേസ് ഇട്ടാൽ, അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ, അമേരിക്കയ്ക്ക് ഒരു ബേസ് ഇട്ടാൽ അമേരിക്ക ചൈനയായിട്ട് നല്ല ആക്സസ് ആണ്. എന്ന് വെച്ചാൽ ചൈനയ്ക്ക് അതിനകത്ത് എന്ത് നടന്നാലും അല്ലെങ്കിൽ ചൈനയെ ആക്രമിക്കാൻ എളുപ്പമുണ്ട്. രണ്ടാമത് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യ ആക്രമിക്കണമെങ്കിൽ എളുപ്പമാണ്. കാരണം നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും, പാകിസ്ഥാനിലേക്ക് ഉറ്റുനോക്കും. ഇപ്പം ബാക്കി നമ്മുടെ ഈ ആ ബോർഡർ മൊത്തവും അമേരിക്കയ്ക്ക് ആക്സസ്സുകളാണ്. എല്ലാ രാജ്യത്തും അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളും ലോകത്തുടനീളം ഇവർക്ക് ഈ സൈനിക ബേസുകൾ അല്ലെങ്കിൽ അമേരിക്കൻ ബേസുകളുണ്ടല്ലോ. അന്ന് എല്ലായിടവും എല്ലാ രാജ്യത്തെയും ബുദ്ധിമുട്ടിക്കാനും അല്ലെങ്കിൽ ഏതവസരത്തിലും അമേരിക്കയ്ക്ക് ഏത് രാജ്യത്തെയും ആക്രമിക്കാനും അല്ലെങ്കിൽ തയ്യാറെടുക്കാനും ഒക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചിട്ട് ഈ ദ്വീപിന് ഇത്രയും പ്രത്യേകതയുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശത്രു രാജ്യങ്ങൾ അവിടെ കടന്നു കയറിയാൽ നമുക്കത് കൂടുതൽ റിസ്ക്കാണ്. കാരണം നമ്മളെ ആക്രമിക്കുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ കാര്യവിവരങ്ങൾ എളുപ്പത്തിൽ ആരായുന്നതിനും നമ്മളെ ഉറ്റുനോക്കുന്നതിനൊന്നും പ്രയാസമില്ലാതെ വരും. കാരണം അത്രയും അടുത്താണ്, അത്രയും ഈ പറഞ്ഞതുപോലെ ആ ദ്വീപിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ആ ദ്വീപ് എന്തായാലും ഇപ്പം അരക്കൻ ആർമി ഈ ദ്വീപ് പിടിച്ചെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കും. അപ്പം അവരുടെ കസ്റ്റഡിയിലാണ് ഈ ദ്വീപ്. അപ്പം കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞിരിക്കുന്നു, അവിടെ ഒരു തുറമുഖം ഉണ്ടല്ലോ, നമ്മുടെ ഇതിലാണ് തുറമുഖം, നമ്മുടെ കരാറിലാണ്. അപ്പം ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം നമ്മുടെ ആ തുറമുഖത്തിനകത്ത് ക്രയവിക്രയം നടത്താതിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങൾ തൊട്ട് തുറമുഖത്തിനകത്ത് നമ്മുടെ പടക്കപ്പലുകൾ തുറമുഖത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അവിടെ വെച്ച് തന്നെ കച്ചവടവും അല്ലെങ്കിൽ നമ്മൾ തുറമുഖം നമ്മുടെ കസ്റ്റഡിയിലാക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഈ അരക്കൻ ആർമി എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ കടന്നു കയറിയിട്ടുണ്ട്. ഏതാണ്ട് ബംഗ്ലാദേശിൻ്റെ ഏകദേശം ഭാഗങ്ങൾ, അവർക്ക് താല്പര്യപ്പെടുന്ന ഭാഗങ്ങളൊക്കെ പിടിച്ചടക്കിയിട്ടുണ്ട്. ഈ ആർമി ബംഗ്ലാദേശ് സർക്കാരിനെ പോലും അല്ലെ ബംഗ്ലാദേശിന് താക്കീത് കൊടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. കാരണം ഹിന്ദു ഭൂരിപക്ഷം അല്ലെ ബുദ്ധന്മാരെ ഉപദ്രവിക്കാൻ പാടില്ല, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ശക്തമായിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ പുറകിൽ വളരെ ശക്തമായിട്ടുള്ള ആയുധങ്ങളും മറ്റ് വെടിക്കോപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പം ഇവൻ നാളെ കാലത്തെ ആരെ ആക്രമിക്കുമെന്ന് പറയാനൊക്കത്തില്ല. നമ്മൾ ചില സാധനങ്ങൾ അങ്ങനെയാണല്ലോ. മാത്രമല്ല ഇത് നേരത്തെ അമേരിക്കൻ ഫണ്ട് ഈ അരക്കൻ ആർമിക്ക് ഉണ്ടെന്ന് പറയുന്നു. ഇപ്പം നമ്മൾ പറയുന്നിടത്തൂടെ അവർ നീങ്ങുന്നുമുണ്ട്. നമ്മുടെ സഹായവും അവർക്കുണ്ടാകാം. പക്ഷേ ഈ ദ്വീപ് നാളെ കാലത്തെ ഇവരുടെ കസ്റ്റഡിയിലാവും. ഇവരുടെ കസ്റ്റഡിയിൽ നിൽക്കുന്ന സമയത്ത് ഇവരുടെ കസ്റ്റഡിയിൽ നിന്ന് ഒരു പക്ഷേ അമേരിക്ക നേരത്തെ ഉദ്ദേശിച്ചിരുന്നവരാണല്ലോ ഈ ദ്വീപിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നതാണ്. അത് നാളെ കാലത്തെ ഈ അമേരിക്കയുടെ ഭാഗമായിട്ടാണ് അരക്കൻ ആർമി കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ അമേരിക്ക അവിടെ ബേസ് ഇട്ടാൽ ആര് ചോദിക്കാനാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബംഗ്ലാദേശ്? അമേരിക്ക അവിടെ ബേസ് ഇടുക.
അപ്പം നമ്മൾ ഇത് മുന്നേ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നാളെ കാലത്ത് ചൈന അവിടെ കയറി അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിലാകും. കാരണം സൈന്യത്താവളം ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളിപ്പോൾ പടക്കപ്പലുകളും അല്ലെങ്കിൽ സംവിധാനങ്ങളും ഇതറിഞ്ഞുകൊണ്ട് അവിടോട്ട് നീക്കം നടത്തി നമ്മുടെ കസ്റ്റഡിയിലാണല്ലോ ഈ ഇപ്പം ബംഗ്ലാദേശ് പോർട്ട് നമ്മൾ ഹസീന ഇരുന്നപ്പോൾ അതിന് കരാറുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ കരാറ് മാറ്റണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂനിസ് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കരാർ അങ്ങനെ പെട്ടെന്ന് മാറ്റാനൊക്കത്തില്ല. അത് കാരണം തുടർച്ചയായിട്ടുള്ള ഗവൺമെൻറ് കരാറുകൾ ലംഘിക്കാനൊക്കത്തില്ല. അത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള നിയമം അല്ലെങ്കിൽ കരാർ ലംഘനം വേറെ ഗവൺമെൻറ് വരുമ്പോൾ മാറ്റം വരുത്തുകയൊക്കെ ചെയ്യും. പക്ഷേ അതിന് ഇപ്പോൾ ഒരു ഗവൺമെൻറ് എന്ന് പറയുന്ന സംവിധാനവും ഇല്ലല്ലോ ഇവിടെ. അതെ, താൽക്കാലിക ഇതാണല്ലോ, ജനാധിപത്യ രീതിയിലാണ് ഗവൺമെൻറ്. അപ്പം ഇപ്പം പടക്കപ്പലുകൾ ബംഗ്ലാദേശ് തീരത്തേക്ക് അല്ലെങ്കിൽ ഈ പോർട്ടിനടുത്തേക്ക് അയച്ചിട്ടുണ്ട്. അരേക്കൻ ഈ പറയുന്ന ദ്വീപിനെ വട്ടമിട്ട് നമ്മുടെ പടക്കപ്പലുകൾ നങ്കൂരമിട്ടിട്ടുണ്ട്. അതായത് ഇനി ആരെങ്കിലും അവിടെ കയറണമെങ്കിൽ നമ്മൾ അറിയാതെ കയറാൻ പറ്റത്തില്ല. അപ്പം കയറുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് നമുക്ക് അവിടെ കയറുന്നതിന് വേണ്ടി സാധിക്കും. അപ്പം വേറെ ആർക്കും പിന്നെ കയറേണ്ടതായിട്ട് വരത്തില്ല. കാരണം നമ്മളവിടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് അവിടെ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ പല തുറമുഖങ്ങളും പല രാജ്യങ്ങളും നമ്മുടെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. പല ഗുണങ്ങളുണ്ട്. നമ്മുടെ ചരക്ക് കയറ്റുമതിയുടെ ഒരു ഗുണമുണ്ട്. മാത്രവുമല്ല, ഇപ്പം ഇവിടെ കിടന്ന് ഈ രാഹുൽ ഗാന്ധി പലപ്പോഴും പറയുന്നല്ലോ, അവിടെ ദ്വീപ് കൊടുത്തു, ഇവിടെ നരേന്ദ്രമോദി പോയി കഴിഞ്ഞാൽ ആ എയർപോർട്ട് പുള്ളിക്ക് കൊടുത്തു. ഇത് നമ്മളുടെ രാജ്യത്തെ നമ്മുടെ താല്പര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യവസായി പല രാജ്യങ്ങളുണ്ടെങ്കിൽ ആ പല രാജ്യങ്ങൾക്കകത്തും ഈ നയതന്ത്ര ബന്ധത്തിൻ്റെ അപ്പുറം ഒരാളവിടെ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഡൽഹിയിൽ സാറിന് ഒരാളുണ്ട്, സാറ് പറയത്തില്ലേ ഡൽഹിയിൽ കാര്യമുണ്ട് നമുക്ക് അവൻ്റെ ഇത് വിളിച്ച് പറയാം എന്ന് പറയുന്ന പോലെയൊക്കെ ഉള്ള കാര്യം ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യം അങ്ങനെയൊക്കെ തന്നെ. അപ്പം പല രാജ്യങ്ങളിലും നമുക്ക് വേണ്ടപ്പെട്ടവർ അവിടുത്തെ പല പ്രമുഖരായി മാറുന്ന ഒരവസ്ഥ, അല്ല പല വ്യവസായങ്ങളും നിയന്ത്രിക്കുന്ന ഒരവസ്ഥ വന്നാൽ തുറമുഖങ്ങൾ അവിടെ കസ്റ്റഡിയിലായാലും ഇപ്പം നമുക്ക് പല കാര്യങ്ങളും നടക്കും. ഇപ്പം തന്നെ ബംഗ്ലാദേശിൽ ഇപ്പം രാജ്യം നമ്മുടെ പടക്കപ്പലുകൾ എന്തോലും അങ്ങോട്ട് പോയെന്ന് വേറെ രാജ്യത്തിന് ചോദിക്കാൻ പറ്റത്തില്ല. എന്താണ്? നമ്മുടെ കെയർ ഓഫ് കസ്റ്റഡിയിലാണ് അവിടുത്തെ തുറമുഖം. അപ്പോൾ നമുക്കിവിടെ വേറെ സാധനം കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവിടുന്ന് വ്യാപാരം നടത്തുന്നതിനൊക്കെ നമ്മുടെ കപ്പലുകൾ ചെന്ന് അല്ലെങ്കിൽ പോകാനൊക്കെ ബംഗ്ലാദേശ് വേറെ രാജ്യത്തോട് എന്തിനാ പോയി ആ രാജ്യം പറയും ഇപ്പോൾ ഇന്ത്യയുടെ പടക്കപ്പൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ വേണ്ട ഇങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞാൽ കയറാൻ പറ്റുന്നത് ഇതുകൊണ്ടില്ലേ. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അദാനി അംബാനിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പം നമ്മളങ്ങോട്ട് ചെന്ന ഒരു തുറമുഖം നടത്താനുള്ള കാശ് നമ്മുടെ കയ്യിലുണ്ട്. അല്ല നമുക്ക് ഒക്കത്തില്ല, ആരെ കൊണ്ടേലൊന്നും നടത്താൻ പറ്റുന്നില്ല. അതിന് കഴിയുന്ന ആൾക്കാരെ ഉരുത്തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ തടസ്സം പറയുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അറിഞ്ഞിട്ടും തടസ്സം പറയുന്നത് പറഞ്ഞാൽ ഈ മാതിരി ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യ വികസനം പാടില്ല. ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ വാക്കുകൾ നമ്മുടെ അകത്ത് നിന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ച് പറയുമ്പോൾ ചിന്തിക്കാൻ കഴിയാത്ത ആൾക്കാർ വിചാരിക്കും ശരിയില്ല, അദാനിക്ക് മൊത്തം പൈസ ഇന്ത്യയുടെ മൊത്തം പൈസയും കൊടുക്കുക. അപ്പം സാധാരണക്കാരൻ ശരിയല്ല, ഇയാളിങ്ങനെ കോടീശ്വരനായി. ഇപ്പം ഇയാളെ അച്ഛൻ സ്കൂട്ടറെ നടന്ന കാര്യവും അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത കാര്യം അംബാനിയുടെ അച്ഛൻ ഉന്തുവണ്ടിയും കൂടെ നടന്ന കാര്യമൊന്നും പറയുന്നില്ലല്ലോ. ഇവരെല്ലാം വിചാരിക്കുന്നത് ഏതാണ്ട് ഇന്ത്യ ഗവൺമെൻറ് വാരി അങ്ങോട്ട് കൊടുക്കും. മാത്രമല്ല സാറ് പലപ്പോഴും കണ്ടിട്ടില്ലേ അദാനിയുടെ കടവ് എഴുത്തള്ളി 4 ലക്ഷം 8 ലക്ഷം. ഇത് മിക്കവാറൊക്കെ പറഞ്ഞുകൊണ്ട് CPM ഒക്കെ അത് കടവ് എഴുത്തുള്ള എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ സിസ്റ്റം അനുസരിച്ച് ആരുടെയും കടവ് എഴുത്തള്ളാൻ പറ്റത്തില്ല. ബാങ്കിൻ്റെ പ്രോഫിറ്റ് വരുമ്പം ഈ കടം അതിനകത്തുനിന്ന് മാറ്റി വേറെ ഹെഡിലേക്ക് മാറ്റും. ഇതിനാ എഴുത്തള്ളൂ എന്ന് പറയും. പണം വേണ്ടാന്ന് വെക്കുമെന്നല്ല, ആ കാശ് അവിടെ കിടക്കും. അത് എന്നായാലും തിരിച്ചടച്ചേ ഒക്കത്തുള്ളൂ. അതിൻ്റെ നിയമ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷേ വെളിയിൽ വരുമ്പം അത് എഴുത്തള്ളി എന്ന് പറഞ്ഞാൽ ഈ ലൈവായിട്ട് നിൽക്കുന്നതിനകത്തുനിന്ന് അവർ മാറ്റി നിർത്തും, വേറെ ഹെഡിലാക്കും. കാരണം ബാങ്കിൻ്റെ പ്രോഫിറ്റ് ലോസ് കാണിക്കാൻ വേണ്ടി മാറ്റും. ഇത് അവിടെ കിടക്കും. അപ്പം അതിനുവേണ്ടി കടം എഴുത്തുള്ളത് യഥാർത്ഥത്തിൽ കടം എഴുത്തള്ളുന്നതോ അല്ലെങ്കിൽ അവരെ ഫേവർ ചെയ്യുന്നതോ ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഫേവർ ചെയ്യേണ്ട ചില വിഷയങ്ങൾ വരുമ്പോൾ ഫേവർ ചെയ്യും. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്, നമ്മുടെ എക്കണോമിക് ഗ്രോത്തിൻ്റെ ഭാഗമാണ്. ഒരു മാസം അംബാനി അദാനിയും അല്ലെങ്കിൽ ഇവരൊക്കെ ഇന്ത്യ മഹാരാജ്യത്തിന് കൊടുക്കുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ ഈ ടാക്സൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള ടാക്സുകളാണ്. കോടാനുകോടിയാണ് വരുന്നത്. ഇവരെ ഇവിടെ നിലനിർത്തി ഇവർക്ക് ഇപ്പോൾ ഒരു വ്യവസായം തുടങ്ങുന്നതിന് ഒരു 50 ലക്ഷം രൂപ നമ്മുടെ ബാങ്ക് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവനെ ആ വ്യവസായം കൊടുക്കുന്നിടത്തോട്ട് മാറ്റും. കൊടുക്കാൻ ആളുണ്ട്. വേറെ വിദേശ രാജ്യങ്ങളിൽ വന്നാൽ എല്ലാ സൗകര്യത്തോടും കൂടി ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാനൊക്കെ ആളുണ്ട്. എവിടെ വേണേലും വെച്ച് ചെയ്യാം. ലോക നിലവാരത്തിലുള്ള ബിസിനസ്സാണല്ലോ ചെയ്യുന്നത്. ഇന്ത്യ പറ്റത്തില്ല. അടുത്ത രാജ്യം പറയും, ചൈന പറയും ഇങ്ങോട്ട് വന്നേരം ഇവിടെ ചെയ്യാം. നമ്മുടെ പല സംസ്ഥാനങ്ങളും ഇവിടെ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഇതൊക്കെ അതിൻ്റെ കാര്യങ്ങൾ. അപ്പം ചില ഫേവറുകൾ ചെയ്ത് കൊടുക്കാം. ഫേവറുകൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ ചെന്ന് ഒരു ബാങ്ക് മാനേജർ എടുത്ത് പറയുക സാറേ ഒരു 10 ലക്ഷം രൂപ ലോൺ തരണേന്ന് പറയുമ്പോൾ നമുക്ക് മാർഗ്ഗമൊന്നും ഇല്ലാത്തവരാണ്ട് ബാങ്ക് മാനേജർ പറയും തരാൻ നോക്കത്തില്ലല്ലോ. അതേസമയം അംബാനി അദാനി ചെന്ന് കഴിഞ്ഞാൽ ലോൺ എത്ര വേണേലും കൊടുക്കും. കാരണം
കൊടുത്താൽ ആ ബാങ്കിൻ്റെ നിലനിൽപ്പിനെ കൂടെ ഇവരുടെ ബാധിക്കുന്ന കാര്യമാണ്, ബാധിക്കുന്ന ഗുണമുണ്ടാകുന്ന കാര്യമാണ്. മാത്രമല്ല അവരെ നിലനിർത്തിയേ മതിയാവത്തുള്ളൂ. അപ്പം അവരെ ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കായി കിടക്കുന്നതുകൊണ്ടാണല്ലോ ഈ രാജ്യം നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും അറിയാൻ പറ്റുക രാഷ്ട്രീയ ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾക്കകത്ത് സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം പറഞ്ഞു വന്ന ഇത്രയും വന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ബംഗ്ലാദേശിലെ ഇപ്പം ഈ സെയിൻറ്റ് മാർട്ടിൻ ദ്വീപിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ അരക്കൻ ആർമിയുടെ കയ്യിലാണ്. അതിപ്പോൾ ശകലം റിസ്ക് ഉണ്ട്. അത് ഈ അരക്കൻ ആർമി അമേരിക്കയും തമ്മിലൊക്കെ നല്ല ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും ആ ദ്വീപ് ആരുടെ കയ്യിൽ പോയാലും നമുക്ക് റിസ്ക്കാണ്. ആരുടെ കയ്യിലാണ് പോകാൻ പോകുന്നത്? ഒന്ന് അമേരിക്കയുടെ കയ്യിൽ, അല്ലെങ്കിൽ ചൈനയുടെ കയ്യിൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കയ്യിൽ. ഇവരുടെ 3 പേരുടെ കയ്യിൽ, അവരുടെ 3 പേരുമായി താല്പര്യം നീക്കുന്നത്, ഇവരുടെ 3 പേരുടെ കയ്യിൽ പോകുന്നത് നമുക്ക് റിസ്ക്കാണ്. ആ റിസ്ക് മാറുന്നതിന് വേണ്ടി നമ്മൾ ഇത് അരക്കൻ ആർമിയുടെ കസ്റ്റഡിയിലായ സമയത്ത് തന്നെ അമിത്ഷാ അതിനകത്ത് ഇടപെട്ട് പടക്കപ്പൽ അതിൻ്റെ വട്ടം, അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കത്തരികിൽ നമ്മുടെ തുറമുഖത്തിൽ പടക്കപ്പലുകൾ നങ്കൂരമിടുന്ന വ്യാജേന അതിൻ്റെ വട്ടം നിർത്തിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും അവിടോട്ട് കയറാൻ വരുന്നതിന് മുമ്പേ നമ്മളവിടെ കയറി അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. ഏതായാലും ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സാറ് ചോദിച്ചതുപോലെ ബംഗ്ലാദേശിനെ നമുക്ക് ഇനിയും ആ രാജ്യമെന്നുള്ള രീതിയിൽ ഭയക്കണ്ട. പക്ഷേ ഇപ്പം അവിടെ ലോകത്ത് എവിടെല്ലാമുള്ള ഭീകരവാദികളും അല്ലെങ്കിൽ ഈ പറയുന്ന നാശകോടാരികളും എല്ലാം അവിടെ ഉണ്ട്. അത് തന്നെ ഒരു എളുപ്പമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ രാജ്യത്തെ ഇപ്പം ഭയക്കണം. പക്ഷേ ഇതെല്ലാം എനിക്ക് തോന്നുന്നില്ല ഇതിനെ ഉരുത്തിരിച്ച പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ അധികം കാലം പോകുന്നു. കാരണം ഇത് ലോകത്തിന് മൊത്തത്തിൽ വിഷയമായിട്ട് വരുന്നൊരവസ്ഥയാണ്. പാകിസ്ഥാനായാലും കൊള്ളാം, ബംഗ്ലാദേശാണ്. അപ്പോൾ അതിനെ ഒതുക്കേണ്ടവർ നമ്മൾ അതിനെ മെനക്കെടേണ്ടി വരത്തില്ല. ഒതുക്കേണ്ടവർ തന്നെ അമേരിക്കയ്ക്കും ഒക്കെ ഇപ്പം പാകിസ്ഥാൻ ത്രെട്ടായിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തില്ലേ, മിസൈലായാലും വെച്ചു. അത് അതിൻ്റെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇപ്പം വേർതിരിക്കേണ്ട കാര്യമില്ല, രണ്ടും ഒന്നാണ്. ഇതിനെ അവർ തന്നെ കൈകാര്യം ചെയ്യും, ഇസ്രായേലും ഇവരുമായിട്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുന്ന് ഈ ആയുധക്കടത്തെന്ന് പറയുന്നത് അതിനകത്ത് ന്യൂക്ലിയർ ആയുധം വരെ ഉണ്ടെന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് അവിടുന്ന് കൊടുത്തു വിട്ടതിനകത്ത്. അപ്പോൾ അത് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ ഒരുപോലെ ത്രെട്ടാണ്. അപ്പം അതൊക്കെ അങ്ങ് അതിൻ്റെ അവസ്ഥയിൽ തീർന്നോളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.